ഹായ് ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2015 പുറത്തിറങ്ങിയിട്ടുള്ള ഹർ ഹർ ഭൂമികേസ് എന്ന ഒരു ബംഗാളി മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മളുടെ ഹീറോയും ഭാര്യയും ഹീറോയുടെ അനിയനും കൂടിയിട്ട് കൊൽക്കത്തയിൽ നിന്നും ബനാറസിലേക്ക് ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ട്രെയിൻ യാത്രയിൽ നമ്മളുടെ ഹീറോ ജസ്റ്റ് വാഷ്റൂമിൽ പോയ സമയത്ത് നമ്മളുടെ ഹീറോയുടെ ഭാര്യയും അതുപോലെ അനിയനും കൂടിയിട്ട് കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് അവിടേക്ക് കയ്യിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കത്തിയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കള്ളൻ വരികയാണ്. ഇയാൾ വന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പണവും സ്വർണവും ഒക്കെ എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ കത്തിയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഹീറോയുടെ ഭാര്യയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് നമ്മളുടെ ഹീറോ പുറകിലൂടെ വന്നിട്ട് അയാളെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോയും അനിയനും കൂടി അയാളെ അടിച്ച് അവിടെ കെട്ടിയിടുകയാണ്. ഹീറോയുടെ ഭാര്യയാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഹീറോ അവളെ ഹഗ് ചെയ്തിട്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇനിയിപ്പോൾ ബനാറസ് നമ്മൾ എത്താറായി, ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവനെ പിടിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് അവിടെയുണ്ട്, അവനെ ഏൽപ്പിക്കാം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് അവൾക്കും ഒന്ന് ആശ്വാസമാവുകയാണ്. ഹീറോയുടെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. അയാളാണ് ശരിക്കും നമ്മളുടെ ഹീറോയെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തി നമ്മളുടെ ഹീറോ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള പോലീസ് ഓഫീസർ വന്നിട്ട് ഇവരെ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർ ആ കള്ളനെ പോലീസിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഹീറോ തൻ്റെ ഭാര്യയെയും അനിയനെയും ഒക്കെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹീറോയുടെ അനിയനാണെങ്കിൽ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അവൻ്റെ നോവലും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് ആ പോലീസ് ഓഫീസറും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവരെ 3 പേരെയും കയറ്റിയിട്ട് നമ്മളുടെ പോലീസ് ഓഫീസർ ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് അവരെത്തുകയാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മളുടെ ഹീറോയിൻ ആ പുതിയ വീട്ടിലെ ജനൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാണ്. ജനൽ ഓപ്പൺ ചെയ്ത സമയത്ത് മുന്നിൽ നല്ല നദി ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ പോലീസ് ഓഫീസർ പറഞ്ഞു, ഈ നദിക്ക് അപ്പുറത്തായിട്ട് ഒരു ശിവന്റെ അമ്പലമുണ്ട്, നമുക്ക് അവിടെയൊക്കെ പോവാം, ഞാൻ എല്ലാവരെയും കൊണ്ടുപോകാന്നൊക്കെ പറയുന്നു. അവിടെ വെച്ച് കേട്ടായി നമുക്ക് ആ നാട്ടിലെ ഒരു പ്രമാണിയെ കാണിക്കുന്നു. അയാളാണെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇയാൾക്കാണെങ്കിൽ ഒരു 55-60 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ശകുന്തള എന്നാണ്. അവരുടെ പ്രായം എന്ന് പറയുന്നത് ഒരു 20-25 അതായത് ഇയാൾ വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് മദ്യപാനവും കാര്യങ്ങളൊക്കെ കാരണം ഇയാളുടെ ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വലിയൊരു അസുഖത്തിൽ നിന്നും അയാളൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ഇതിൽ നിന്നൊക്കെ റിക്കവറായി വരാൻ കാരണം അയാളുടെ ഭാര്യയുടെ സ്നേഹമാണെന്നാണ് അയാൾ പറയുന്നത്. അവിടെ വെച്ച് കേട്ടായി ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവരിപ്പോൾ പുതിയ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോലീസ് ഓഫീസർ പറയുന്നു, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ എപ്പോഴും ഉണ്ടാകുമെന്ന്. ഹീറോ എന്നിട്ട് ഈ വീട്ടിൽ മുമ്പ് ആരോ തങ്ങിയതുപോലെ ഉണ്ടല്ലോ, ആരാണ് അയാളെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു പ്രൊഫസർ ആയിരുന്നു, അയാൾ മരിച്ചുപോയി എന്നുള്ള കാര്യം ഈ പോലീസ് ഓഫീസർ പറയുന്നു. അവിടെ വെച്ച് കേട്ടായി ഇപ്പം നമ്മളുടെ ഹീറോയുടെ അനിയൻ ആ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് അവൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മളുടെ ഹീറോയും ഭാര്യയും അനിയനും കൂടിയിട്ട് നേരെ പോലീസ് ഓഫീസറുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, വിരുന്നിന് പോവാണ്. അവിടെ ചെന്നപ്പോൾ ഈ പോലീസ് ഓഫീസർ ആണെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അയാൾ അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ അവർക്ക് സെർവ് ചെയ്യുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മളുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, ശരിക്കും ബനാറസ് വളരെ ശാന്തമായിട്ടുള്ള ഒരു സിറ്റി ആണല്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ശരിക്കും നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഞങ്ങൾ പോലീസുകാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്നിട്ട് ആ പോലീസുകാരൻ പറയുകയാണ്, റീസെന്റ് ആയിട്ട് സ്മഗ്ലിങ്ങിന്റെ പേരിൽ ഒരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ അടുത്ത് നിന്നും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പോയിസൺ കണ്ടെത്തി. അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അങ്ങാണ്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മളുടെ ഹീറോ ചോദിക്കുകയാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്തിനായിരിക്കും അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള പോയിസൺ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്? അപ്പൊ നമ്മളുടെ ഹീറോ ഇത് ചോദിച്ച ഉടനെ തന്നെ ഹീറോയുടെ ഭാര്യ ഹീറോയെ നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ എവിടെ ചെന്നാലും ഈ പോലീസ്, ക്രൈം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അത് ഹീറോയ്ക്ക് മനസ്സിലായിട്ട് ഹീറോ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുകയാണ്. അതിനായിട്ട് ഹീറോ ചോദിക്കുന്നു, ഇവിടെ നല്ല സാരി കിട്ടുന്നത് എവിടെയാണ്? ഇവൾക്ക് കുറച്ച് സാരിയൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ഈ പോലീസ് ഓഫീസർ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം, അവൾ കാണിച്ചു തരും എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു കോൺസ്റ്റബിൾ ഈ പോലീസ് ഓഫീസർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നത്. എന്ത് ഇൻവിറ്റേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രമാണി ഉണ്ടല്ലോ, അയാളുടെ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവിറ്റേഷൻ ആണ്. അങ്ങനെ ഇൻവിറ്റേഷൻ ഒക്കെ തന്നിട്ട് കോൺസ്റ്റബിളിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോ ഈ പോലീസ് ഓഫീസറുടെ അടുത്ത് അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇവിടെ ഇൻവിറ്റേഷൻ തരാനൊക്കെ ഇത്തരത്തിൽ കോൺസ്റ്റബിളൊക്കെയാണോ വരുന്നത്? പോലീസൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രമാണികൾക്ക് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ പോലീസ് ഓഫീസർ നമ്മളുടെ ഹീറോയുടെ അടുത്ത് ആ ഒരു പ്രമാണിയെ കുറിച്ച് പറയുന്നു. അതായത് അയാൾ പറയുന്നു, ഈ പ്രമാണി എന്ന് പറയുന്നത് നാട്ടിലെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാസം 10 ലക്ഷം രൂപയാണ് അയാൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് വളരെ പഴയ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. അതായത് അന്ന് മാസം 10 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കോടികൾ ഏൺ ചെയ്യുന്ന ലെവലാണ്.
ഈ പ്രമാണിയുടെ പേര് ദീപ് നാരായണൻ എന്നാണ്. ഇയാളുടെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. അതിനുശേഷം ഇയാൾക്ക് തൻ്റെ സ്വത്തൊന്നും അനുഭവിക്കാൻ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് കുട്ടി ഉണ്ടാവാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇയാൾ 55-ാം വയസ്സിൽ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തത്. ഈ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടിക്ക് ഒരു 25 വയസ്സിനുള്ളിലേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല സുന്ദരിയാണ്, നല്ല സ്മാർട്ടാണ്, അവള് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ പോലീസ് ഓഫീസർ നമ്മളുടെ ഹീറോയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഹീറോ ഇത്രയും പ്രായമായ ആൾക്ക് ഇത്രയും ചെറിയ പെണ്ണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ച് കേട്ടാൽ ഇപ്പോൾ നമ്മളുടെ ഹീറോയൊക്കെ നൈറ്റ് വീട്ടിലിരിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു കോൾ വരുന്നു. അത് ആ പോലീസ് ഓഫീസർ ആയിരുന്നു. എന്നിട്ട് ആ പോലീസ് ഓഫീസർ പറയുന്നു, എന്നെ എങ്ങനെയാണോ പ്രമാണി ഇൻവൈറ്റ് ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ 3 ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും പ്രോഗ്രാമിന് വരണമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളാൻ പറയുമ്പോൾ നമ്മളുടെ ഹീറോ ഒക്കെ റെഡി ആയിട്ട് നേരെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ ചെന്നിട്ട് പോലീസ് ഓഫീസർ ആ പ്രമാണിയുടെ അടുത്ത് നമ്മളുടെ ഹീറോയിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാളും നിങ്ങൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യുമെന്ന് പറയുന്നു. അവിടെ വെച്ചിട്ട് ആ പ്രമാണിയുടെ പേഴ്സണൽ ഡോക്ടറെയൊക്കെ ഇവർ കാണുന്നുണ്ട്. ഈ പ്രമാണിയാണെങ്കിൽ ഇപ്പോഴാണ് അയാളുടെ ഹെൽത്ത് ഒക്കെ റെഡിയായെന്ന് പറഞ്ഞെങ്കിലും അയാൾ ഇപ്പോഴും മദ്യപിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇയാളുടെ വംശത്തിലുള്ള മറ്റൊരു വ്യക്തിയാണ് ദേവ് നാരായണൻ. അയാളാണെങ്കിൽ ഭയങ്കര ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അയാളുടെ അടുത്ത് ഈ ഡോക്ടർ ചെന്നിട്ട് വെറുതെ എരിവേറ്റി കൊടുക്കുകയാണ്. അതായത് ആ ഡോക്ടർ പറയുന്നു, അവനെ കൊണ്ട് കുട്ടീനെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അവൻ ചാവുന്നതിന് മുന്നേ അവൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതി മേടിക്കാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ ആ ശകുന്തള അതെല്ലാം കൊണ്ട് പോകും. അവിടെ വെച്ച് കേട്ടാൽ ഇപ്പം നമുക്ക് ശകുന്തളയെ കാണിക്കുന്നു. അവർ വന്നിട്ട് നമ്മളുടെ ഹീറോയെയും വൈഫിനെയും എല്ലാവരെയും പരിചയപ്പെടുന്നു. നമ്മളുടെ ഹീറോയുടെ വൈഫിൻ്റെ അടുത്ത് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അങ്ങനെ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഈ പ്രമാണിയുടെ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഡിസ്പെൻസറിക്കുള്ളിൽ ആരോ മോഷ്ടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തോ അയാൾ മോഷ്ടിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനൊക്കെ പിരിച്ചുവിടുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയും ഫാമിലിയൊക്കെ പോകാലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർ വന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടേക്കാമെന്ന് പറയുന്നു. പക്ഷേ നമ്മളുടെ ഹീറോ പറയുന്നു, വേണ്ട, ഞങ്ങളൊന്ന് നടന്നു പോവാം, അതാകുമ്പോൾ നാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് അവർ നടന്നു പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് നമ്മളുടെ ഹീറോ അവിടെ ഒരു സംഭവം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറും പിന്നെ അവിടെ ജോലി നോക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി എന്തോ ഡിസ്കസ് ചെയ്യുന്നതായിട്ടും പിന്നെ അതുപോലെ ഈ ഡോക്ടർ അയാളുടെ കയ്യിൽ എന്തോ ഒരു ചെറിയ പൈസ കൊടുക്കുന്നതായിട്ടും ഹീറോ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഹീറോ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോയ്ക്കൊരു കോൾ വരികയാണ്. അതായത് ആ ഒരു പ്രമാണി അസ്വാഭാവികമായ നിലയിൽ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയും അനിയനും കൂടി ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അതുപോലെ തന്നെ ആ പോലീസ് ഓഫീസറും അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അതായത് ഇത് ശകുന്തള ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഇദ്ദേഹം നോർമലായിട്ട് എല്ലാ ദിവസത്തെയും പോലെ അദ്ദേഹത്തിന് ഇഞ്ചക്ഷനൊക്കെ കുത്തിയതാണ്. പക്ഷേ കറക്റ്റ് ആ ഒരു ഇഞ്ചക്ഷൻ കുത്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഇഞ്ചക്ഷൻ കുത്തുന്നതിന് മുമ്പ് അയാൾ ചോദിച്ചിരുന്നു, അതായത് ഇങ്ങനെ അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നില്ലേ, മോഷണം നടന്നിട്ടുണ്ടായിരുന്നില്ലേ, എന്തെങ്കിലും പോയോ എന്ന്. അപ്പോൾ ജസ്റ്റ് 6 രൂപ മാത്രമാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഈ ഒരു ഡോക്ടർ ഇഞ്ചക്ഷൻ കുത്തിയത്. അങ്ങനെ ഇപ്പോൾ ഈ ഡോക്ടർ നമ്മളുടെ ഹീറോയുടെ അടുത്തും അതുപോലെ ഈ ഓഫീസറുടെ അടുത്തുമൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ആ ഡോക്ടർ പറയുന്നു, ഞാൻ എന്നും റെഗുലറായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇന്നും ഇഞ്ചക്ഷൻ വെച്ചതെന്ന്. അപ്പോൾ നമ്മളുടെ ഹീറോ പറയുന്നു, ഇന്നലെ ആ ഡിസ്പെൻസറിയിൽ എന്തോ ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ അർത്ഥം ആരെങ്കിലും ആ മരുന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിലോ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പോയിസൺ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ ആ പോയിസൺ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ. അങ്ങനെയൊക്കെ നമ്മളുടെ ഹീറോ ഓരോ സംശയങ്ങൾ പറയുമ്പോൾ ഈ പോലീസും ഡോക്ടറും ഒക്കെ ആകെ ഷോക്ക് ആവുകയാണ്. അതുപോലെ തന്നെ അപ്പോഴാണ് ഡോക്ടർ വേറൊരു കാര്യം പറയുന്നത്, ശകുന്തള പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ ഇതൊക്കെ ആയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആവുകയാണ്. പിന്നെ അവർ വിചാരിച്ചു എന്തായാലും ഇയാളുടെ പോസ്റ്റ്മോർട്ടം നടക്കട്ടെ, അപ്പൊ ഇയാളുടെ ബോഡിയിൽ ആ പോയിസൺ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാലോ എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇപ്പൊ ഈ പ്രമാണിയുടെ വീട്ടിലേക്കാണെങ്കിൽ ആരെയും അലോ ചെയ്യുന്നില്ല, പുറത്തുനിന്ന് ആരും വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ ഡോക്ടറും കൂടി തലേദിവസം സംസാരിക്കുന്നത് ഹീറോ കണ്ടിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ച് ആ ജോലി ചെയ്യുന്ന വ്യക്തിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ ഒരുപാട് നാളായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ എന്നെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാനാണെങ്കിൽ പോകൂല എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോഴ്സ് ചെയ്ത് എനിക്ക് ആ പൈസ തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടതാണ്, അതല്ലാതെ വേറൊന്നും അല്ല എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അയാളെ പറഞ്ഞു വിടുന്നു. ഇപ്പൊ നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ ഈ ഡോക്ടറെ ഭയങ്കര ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ഡോക്ടറില്ലേ, അയാളെ ഭയങ്കര ഡൗട്ട് ഉണ്ട്. കാരണം അത് ശകുന്തള നിയമിച്ചിട്ടുള്ള ഡോക്ടറാണ്. അയാൾ ഇഞ്ചക്ഷൻ വെച്ച സമയത്താണ് ഇദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തത്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മളുടെ ഹീറോ ഈ വീടിന്റെ സെക്യൂരിറ്റി എനിക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസറെ കൂട്ടിയിട്ട് അവിടേക്ക് പോവുകയാണ്. ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മളുടെ ഹീറോയെ അവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് ഇവിടുത്തെ ഡോർ ഓപ്പൺ ആയിരിക്കും
ആയിരിക്കും, ചില സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും, അതങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം അയാൾ പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ മരണത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ഇയാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു എനിക്കങ്ങനെ ഡൗട്ടൊന്നുമില്ല, പക്ഷേ ഈ ഡോക്ടർ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും ഒരു 20,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കാറ് വാങ്ങാനാണെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ഹീറോ ഓക്കെ അതിന്റെ റെസീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നന്ദു എന്ന് പറഞ്ഞ ഒരുത്തൻ വരുന്നു. അവൻ ആ പാർട്ടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഈ പ്രമാണിയുടെ ഫ്രണ്ട് ആണെന്നൊക്കെയാണ് പറയുന്നത്. അവനിപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എനിക്ക് ശകുന്തളയെ കാണണമെന്ന് പറയുന്നു. പക്ഷേ ഇവരാണെങ്കിൽ അവനെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നില്ല. ഇപ്പോൾ ആ സെക്യൂരിറ്റി റെസീപ്റ്റ് ഒക്കെ നോക്കാൻ വേണ്ടി പോയിട്ട് നമ്മളുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് അതിന്റെ റെസീപ്റ്റ് ഒന്നും തന്നെ ഇല്ലെന്ന് പറയുന്നു. ഈ പ്രമാണിക്ക് അയാളുടെ പേരിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം പൈസ കൊടുത്തതാണ്, അല്ലാതെ റെസീറ്റോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം ചാന്ദിനി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ശകുന്തളയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു, അവളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവളുടെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ചോദ്യമൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ, പോലീസാണോ ഡിറ്റക്റ്റീവ് ആണോ എന്നൊക്കെ അവർ ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഹീറോ അവളുടെ അടുത്ത് ഇല്ല, ഞാൻ സത്യം പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാന്ദിനി ആണെങ്കിൽ പതിയെ നമ്മളുടെ ഹീറോയുടെ അടുത്ത് കുറച്ച് ക്ലോസ് ആയിട്ടൊക്കെ വന്നിട്ട് ഒരു സെഡ്യൂസീവ് ആയിട്ടുള്ള വേയിൽ അപ്രോച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹീറോ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരുന്നു. അങ്ങനെ ഇവരുടെ ഉള്ളിൽ അടുത്തൊരു ചിന്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് നമ്മളുടെ ഈ ഒരു പ്രമാണിയുടെ സ്വത്തിന്റെ മേലെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സ്വത്തിന് വേണ്ടിയിട്ട് അയാളും ലോക്കൽ ഡോക്ടർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇദ്ദേഹത്തെ കൊന്നതാണോ എന്ന്. ഈ ദേവനാരായണനാണെങ്കിൽ ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആണ്. ഇയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറയുന്നത് സത്യം തന്നെയായിരുന്നു. അതിനുശേഷം ഈ പ്രമാണിയുടെ റൂമിലേക്ക് കയറി നോക്കുകയാണ്. അങ്ങനെ റൂമിലേക്ക് കയറി നോക്കുന്ന സമയത്ത് അവിടെ 2 ബെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോ അത് കണ്ടിട്ട് ഇതെന്താണ് 2 ബെഡ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരു ബെഡിലായിരുന്നു അയാൾ തളർന്ന് കിടന്നിരുന്നത്. അപ്പോൾ അവിടെ കിടത്തിയായിരുന്നു അയാളുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വൈഫ് അപ്പുറത്തെ ബെഡിൽ കിടന്നായിരുന്നു അദ്ദേഹത്തെ നോക്കിയിരുന്നത്. അതുപോലെ തന്നെ അവിടെ ടെലിഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ടെലിഫോണും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ റൂമിൽ ഒരുപാട് പെയിന്റിങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെയിന്റിങ്സ് ഒക്കെ കണ്ടിട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഹീറോയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫൈനലി നമ്മുടെ ശകുന്തളയുടെ അടുത്തേക്ക് ഇവരെത്തുകയാണ്. അങ്ങനെ നമ്മളുടെ ഹീറോ ഇപ്പോൾ ശകുന്തളയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ വിഷമമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവള് അതൊന്നും കുഴപ്പമില്ല ചോദിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ അവളുടെ അടുത്ത് നിങ്ങളുടെ പെയിന്റിങ്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോംപ്ലിമെന്റ് കൊടുത്തിട്ട് പിന്നെ അവളുടെ അടുത്ത് ചോദിക്കുന്നു നിങ്ങൾ പ്രഗ്നന്റ് ആയ വിവരം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു ഞാൻ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചു. അപ്പോൾ അവൾ ആ പറഞ്ഞത് തന്നെ കേട്ടിട്ട് നമ്മളുടെ ഹീറോയ്ക്ക് ഇത്തിരി മിസ്റ്ററി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഹീറോ നിങ്ങൾ സ്വത്തിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവള് അപ്പൊ തന്നെ തല കറങ്ങി വീഴുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോ വീട്ടിൽ ചെന്നിട്ട് തന്റെ അനിയന്റെ ഭാര്യയുടെ അടുത്തൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നു ശരിക്കും അയാള് ശകുന്തളനെ കല്യാണം കഴിച്ചത് അയാൾക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിക്കും തലേദിവസം രാത്രി ശകുന്തള പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ അയാൾ അപ്പൊ തന്നെ അത് വലിയ ആഘോഷമാക്കേണ്ടതാണ്. പക്ഷെ അത് അറിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ശകുന്തളയ്ക്ക് വേറെ ഏതെങ്കിലും അഫെയർ ഉണ്ടാകുമോ, ശരിക്കും ഈ കുട്ടി അദ്ദേഹത്തിന്റെ അല്ലെങ്കിലോ. അങ്ങനെ ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ നമ്മളുടെ ഹീറോയുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഹീറോയ്ക്ക് ശകുന്തളയുടെ അടുത്ത് നിന്ന് ഒരു കോൾ വരുന്നത്, നമ്മളുടെ ഹീറോയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോ ശകുന്തളയെ ചെന്ന് കാണുന്ന സമയത്താണ് ശകുന്തള പറയുന്നത് എനിക്ക് ദേവനാരായണന്റെയും ശാന്തിനിന്റെയും മേലെ നല്ല ഡൗട്ട് ഉണ്ട്, അവരായിരിക്കും മിക്കവാറും ഇത് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള തെളിവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയ്ക്ക് കുറെ പൈസയൊക്കെ നീട്ടുകയാണ്. അപ്പൊ നമ്മളുടെ ഹീറോ എനിക്ക് പൈസയൊന്നും വേണ്ട, ഞാൻ സത്യം ഏതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് വന്നവനാണെന്ന് പറയുന്നു. അപ്പൊ ഹീറോ അത് പറയുന്ന സമയത്ത് ശകുന്തള വളരെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോ സംശയിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പോയിസൺ ഉണ്ടായിരുന്നു. അതും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഡേഞ്ചറസ് ആയിട്ടുള്ള പോയിസൺ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ പോയിസൺ നമ്മളുടെ പ്രമാണിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവുക? അപ്പൊ ആ പോയിസൺ പിടിച്ചിട്ടുള്ള ആ പ്രതി ഉണ്ടല്ലോ, അയാളെ ചെന്ന് ചോദ്യം ചെയ്യാന്ന് ഇവർ വിചാരിക്കുകയാണ്. കറക്റ്റ് സമയത്താണ് ഇവർക്കൊരു വിവരം മനസ്സിലായത്. അതായത് ആ ഡോക്ടർ ഉണ്ടായിരുന്നല്ലേ, ആ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടർ, അയാൾ ഇപ്പോൾ നാട് വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതറിഞ്ഞിട്ട് ഇവർ നേരെ പോയിട്ട് അയാളെ പിടിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് അയാളുടെ അടുത്ത് ഇപ്പോൾ ചോദിക്കുന്നു നിങ്ങളും ആ പ്രമാണിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, നിങ്ങൾ എന്തിനാണ് 20,000 രൂപ അയാളുടെ അടുത്ത് നിന്ന് കടം മേടിച്ചത്? അപ്പോൾ നമ്മളുടെ ഹീറോ ഇല്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും കടം മേടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അത് കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഡോക്ടർ ഇപ്പോൾ മറ്റൊരു കാര്യം പറയുന്നു, 5 മാസമായിട്ട് ഈ പ്രമാണി കിടപ്പിലാണ്, പക്ഷേ 3 മാസം മുന്നേ ശകുന്തള പ്രഗ്നന്റ് ആണ്. സോ തീർച്ചയായിട്ടും ശകുന്തളയ്ക്ക് മറ്റേതോ അഫെയർ ഉണ്ട് എന്നുള്ളതാണ്.
അങ്ങനെ ഹീറോ ഇപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളിപ്പോൾ നാട് വിട്ടൊന്നും പോകാൻ പാടില്ല, ഇവിടെ തന്നെ നിൽക്കണം, ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നു. അപ്പം നമ്മളുടെ ഹീറോയ്ക്കും നമ്മളുടെ ശകുന്തളയ്ക്ക് ഇത്തരത്തിൽ എന്തോ ഒരു അഫെയർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഹീറോ ആ പെയിന്റിങ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ആ പെയിന്റിങ്സിൽ അവള് പ്രണയിക്കുന്ന ആളെ വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും നമ്മുടെ പ്രമാണിയായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ ഹീറോയും അനിയനും കൂടി രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് നന്ദുവും തന്റെ കൂട്ടുകാരനും കൂടിയിട്ട് ഒരു ബുള്ളറ്റിൽ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പ്രമാണിയുടെ വീട്ടിലുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ശരിക്കും നന്ദുവിനും ഇവൾക്കും ആണോ റിലേഷൻഷിപ്പ് ഉള്ളതെന്നൊക്കെ ഓർത്തിട്ട് നമ്മളുടെ ഹീറോ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹീറോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. കാരണം ഈ രാത്രിയിൽ നിന്നല്ല പകലെന്നില്ലാതെ ഹീറോ ആണെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. അപ്പൊ അതിന്റെ ദേഷ്യത്തിലാണ് അവൾ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം നമ്മളുടെ ഹീറോയും പോലീസ് ഓഫീസറൊക്കെ കൂടിയിട്ട് നന്ദുവിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അപ്പോഴാണ് നന്ദുവിന് ശകുന്തളയുടെ മേലെ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ നന്ദുവിന് സപ്പോർട്ടായിട്ട് ആ ലോക്കൽ ഡോക്ടറും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ലോക്കൽ ഡോക്ടർ ഇപ്പോൾ പറയുകയാണ്, ശരിക്കും കോളേജ് പഠിച്ച സമയത്ത് നന്ദു ശകുന്തളയുടെ സീനിയർ ആയിരുന്നു. അപ്പൊ നന്ദുവിന് അന്നും ഇന്നും ശകുന്തളയുടെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മളുടെ ഹീറോ ഒക്കെ പിന്നെയും കൺഫ്യൂസ്ഡ് ആവുകയാണ്. അതായത് ശരിക്കും നന്ദു പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ നന്ദുവിന് ശകുന്തളയുടെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. അതല്ലാതെ ശകുന്തളയ്ക്ക് നന്ദുവിനോടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇവര് റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ശകുന്തളയ്ക്ക് അപ്പോൾ വേറെ ആരെങ്കിലും ആയിട്ടാണോ റിലേഷൻഷിപ്പ് എന്നുള്ളതൊക്കെ ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം ആ സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഡോക്ടർ 20,000 രൂപ മേടിച്ചു എന്ന്. അപ്പോൾ അത് മേടിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. സോ ആ സെക്യൂരിറ്റീനെ ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് വിചാരിച്ച് അവിടേക്ക് ചെല്ലുമ്പോഴാണ് സെക്യൂരിറ്റി സത്യം പറയുന്നത്. അതായത് ശരിക്കും ഖജനാവെന്ന് ആ 20,000 രൂപ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ സെക്യൂരിറ്റി ആയിരുന്നു. എന്നിട്ട് അത് വെറുതെ ആ ഡോക്ടറിന്റെ മേലെ പഴിചാരിയതാണ്. അതിനൊക്കെ ശേഷം ഇപ്പം നമ്മളുടെ ഹീറോ ചാന്ദിനിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ ചാന്ദിനിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ശകുന്തള പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നമ്മളുടെ ഹീറോ പറയുമ്പോഴാണ് ചാന്ദിനി അറിയുന്നത്. അപ്പൊ അത് കേട്ടിട്ട് അവള് ഭയങ്കര ഷോക്ക് ആവുന്നു. അപ്പോൾ അവളുടെ റിയാക്ഷൻ കണ്ടിട്ട് ഹീറോ തന്റെ ബ്രദറിന്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശകുന്തള സീക്രട്ട് അഫെയറിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് കേട്ടായി ഇപ്പം നമ്മളുടെ ഹീറോ തൻ്റെ ഭാര്യയുടെ ഒപ്പം അവൾക്കുള്ള സാരിയൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ കലിപ്പിലാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോ അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾക്ക് നല്ലൊരു സാരിയൊക്കെ മേടിച്ചു കൊടുത്ത് അവളുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഹീറോ വീണ്ടും ആ പ്രമാണിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവിടെയുള്ള പെയിന്റിങ്സ് ഒക്കെ വീണ്ടും നല്ല ശ്രദ്ധയോടുകൂടി നോക്കുകയാണ്. അപ്പോൾ അതിലൊരു പെയിന്റിങ്ങിൽ ഒരു പെണ്ണിങ്ങനെ നിലത്ത് കിടക്കുന്നതായിട്ടും ഒരുത്തൻ അവിടെ നിൽക്കുന്നതായിട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവള് പ്രണയിക്കുന്ന ആളെ ഓർത്തിട്ട് വരച്ചതാണെന്ന് നമ്മളുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ അതിനുശേഷം നമ്മളുടെ ശകുന്തളയുടെ അടുത്ത് ചെന്നിട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നു, 5 മാസമായിട്ട് ഇദ്ദേഹം കിടപ്പിലായിരുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് 3 മാസമായിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആയതെന്ന്. അപ്പൊ അത് കേട്ട സമയത്ത് അവള് നമ്മളുടെ ഹീറോയുടെ അടുത്ത് നിങ്ങൾ ഈ പ്രശ്നം ഒന്ന് ഇവിടെ വെച്ച് നിർത്താവോ എന്ന് ചോദിച്ചിട്ട് ഹീറോയ്ക്ക് കുറെ സ്വർണവും പണവും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഇവള് വേറൊരു റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം കൺഫേം ആയി. അപ്പോൾ ഹീറോ അവളുടെ അടുത്ത് ഞാൻ എന്തായാലും ഈ ഒരു കേസിൽ കില്ലറെ കണ്ടുപിടിക്കാതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയത്ത് ആ പോയിസൺ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു പ്രതി ഉണ്ടായിരുന്നില്ലേ, അയാളെ ഇപ്പോൾ ജയിലിൽ പോയി ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ ആ പോയിസൺ വേറെ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള വിവരം മനസ്സിലായത്. അപ്പൊ അയാൾ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ പ്രമാണിയുടെ വീട്ടിൽ ഇത് എത്തിയത് എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കേസിലെ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശകുന്തളയുടെ കാമുകൻ ആരാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളുടെ ഹീറോയുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ശകുന്തളയുടെ റൂമിൽ ചെന്ന സമയത്ത് അവളുടെ കാമുകനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഫോൺ അല്ല യൂസ് ചെയ്യുന്നെന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായി. അവള് അതിന് പകരം കത്താണ് എഴുതുന്നതെന്നുള്ളത് ഹീറോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവരുടെ വീടിനെ പുറകുവശത്തായിട്ട് ഒരു കത്ത് എഴുതിയിടുന്ന ഒരു ബോക്സ് ഉള്ളതായിട്ട് ഹീറോ ശ്രദ്ധിച്ചത്. സോ തീർച്ചയായിട്ടും അവള് ആ ഒരു കത്ത് എഴുതിയിട്ട് അവിടെ ഇടുന്നുണ്ടാകും എന്നുള്ളത് ഹീറോ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവര് പകല് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ കത്തൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. സോ തീർച്ചയായിട്ടും രാത്രി അവള് കത്തിട്ട് ഉടനെ തന്നെ അവളുടെ കാമുകൻ വന്നിട്ട് ആ കത്ത് എടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം രാത്രി ആ കത്തെടുക്കാൻ വരുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും രാത്രി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഇതൊന്നും അറിയാതെ ശകുന്തള അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. കറക്റ്റ് അവൾ അവിടേക്ക് എത്തുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തി പോലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ശകുന്തളയെ ഷൂട്ട് ചെയ്തിട്ട് ആ കത്ത് അവിടെ നിന്ന് എടുത്തിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നമ്മളുടെ ഹീറോ ആണെങ്കിൽ അയാളെ ചേസ് ചെയ്ത് അയാളുടെ പുറകെ ഓടുന്നു. അങ്ങനെ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് അയാള് നമ്മളുടെ ഹീറോയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. അപ്പോൾ ഹീറോ എന്നെ കൊന്നിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസുകാര് പുറകിൽ നിന്നും അയാളെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അവര് ലെറ്റർ എടുത്ത്
എടുത്ത് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാളുടെ ഫേസ് നോക്കുമ്പോഴാണ് അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഓഫീസർ ആയിരുന്നു അയാളും ശകുന്തളയും കുറെ നാളുകളായിട്ട് റിലേഷൻഷിപ്പിലാണ്. ആ പ്രമാണി കിടപ്പിലായ സമയത്തൊക്കെ ഇവര് മീറ്റ് ചെയ്ത് ഇവര് ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ പോവാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ശകുന്തള പ്രഗ്നന്റ് ആയത്. അങ്ങനെ ശകുന്തള പ്രഗ്നന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും പിടിക്കപ്പെടും എന്നുള്ള പേടിയിലാണ് ശരിക്കും അയാളെ ഇവര് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇയാളൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസിലാണ് ഇയാൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ആ ഒരു പോയിസൺ ഇവിടെ ലഭിച്ചത്. അങ്ങനെയാണ് ഇയാൾ കറക്റ്റ് ആ ഒരു പാർട്ടിയുടെ സമയത്ത് ആ ഡിസ്പെൻസറിക്കുള്ളിൽ പോയിട്ട് കറക്റ്റ് ആ ഒരു പോയിസൺ അവിടെ ചേഞ്ച് ചെയ്ത് വെച്ചത്. അങ്ങനെ ഇപ്പോൾ ഫൈനലി നമ്മളുടെ ശകുന്തളയുടെ ഈ ഒരു അഫെയർ ആണ് ശരിക്കും ഇദ്ദേഹം മരിക്കാൻ കാരണം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇവരെത്തുകയാണ്. അപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ശകുന്തളയുടെ കാമുകനെ പോലീസ് കൊന്നിട്ടുണ്ട്. ശകുന്തളയാണെങ്കിൽ അവളുടെ കാമുകൻ തന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. സോ അങ്ങനെ ഈ ഒരു കേസ് അവിടെ വെച്ച് ക്ലോസ് ആവുകയാണ്. സോ അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുന്നു. സോ ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.